ഇവിടെ ഞാനും ഷിൻചാനും നേരെ ലോസ് ആൻഡോസ് എയർപോർട്ടിലേക്ക് പോവാ. വേറൊന്നല്ല, ഇന്ന് ലോസ് ആൻഡോസ് എയർപോർട്ടിൻ്റെ അവിടെ ഒരു ചലഞ്ചൊക്കെ നടക്കുന്നുണ്ട്. അത് ബൈക്കിൻ്റെ സ്റ്റണ്ട് റേസ് ചലഞ്ചാ. നമ്മളിപ്പോൾ ഏതായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാ. അല്ല, അതിന് നമുക്ക് ബൈക്കൊന്നുമില്ലല്ലോ. എങ്ങനെ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ? ഏയ്, ബൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യും തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം എന്താ, നമുക്ക് വീട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് വരാം, അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലും ഒരു ബൈക്ക് ഇരിക്കണ്ടല്ലോ. ഊഫ്, ഇയാൾ അവിടെ നോക്കിയിട്ടാ വണ്ടി വളയ്ക്കണേ. ഒരു ഇൻഡിക്കേറ്റർ കിട്ടൂടെ? ഭാഗ്യത്തിന് ഇടിച്ചില്ല. ഈ വണ്ടി മേടിച്ചിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും സർവീസ് സെൻറ്ററിലേക്ക് കയറ്റാനായിട്ട് താല്പര്യമില്ല. ഇന്നലെ നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ ഒരു ഓപ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിൽ അത്രയ്ക്ക് നല്ല വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വണ്ടി മാത്രമേ നല്ലതുള്ളൂ. ഇത് ഞാൻ 5 കോടിക്കാണ് ലേലം വിളിച്ച് മേടിച്ചത്. വണ്ടി ഒരു കുഴപ്പമില്ല കേട്ടോ, നൈസ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഇതിൽ പിന്നെ ബൂസ്റ്ററും ഉണ്ട്, ഇത് വേറെ കാര്യം. അണ്ണാ, വണ്ടിയുടെ വിശേഷം പിന്നെ പറയാം. ആദ്യം നേരെ എയർപോർട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് ആ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. ആ ചാലഞ്ച് 11 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ടാവും. ഇപ്പോഴത്തെ സമയം 10:45. ആടാ ഷിൻചാനെ, ഇതേ നമ്മളെത്തിയ എയർപോർട്ടിലേക്ക്. ആ ചാലഞ്ച് പക്ഷേ എയർപോർട്ടിൻ്റെ പുറത്താണ് നടക്കണേ, അല്ലാണ്ട് എയർപോർട്ടിൻ്റെ അകത്തല്ല. അണ്ണാ, അങ്ങോട്ട് നോക്കിയേ. അവിടെ എന്തോ സ്റ്റാർട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആടാ ഷിൻചാനെ, അവിടെ സ്റ്റാർട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നണത് അതായിരിക്കുന്ന ചലഞ്ച്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, എവിടെ വഴി? എങ്ങനെ പോവാ? അതിവിടെ അടിയിലേക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ട ചാലഞ്ച്. എനിക്ക് ആ ചാലഞ്ച് കണ്ടിട്ട് എന്താണാവോ കുറച്ച് ടഫായിട്ട് തോന്നി. നീ ശ്രദ്ധിച്ചാ? സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഒരു പൈപ്പാണ് അവിടെ. എനിക്ക് തോന്നണത് ആ പൈപ്പിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിക്കേണ്ടി വരുന്ന. അതെന്തായാലും കുറച്ച് ചാലഞ്ചിങ് ആണ്. ഒരു മിനിറ്റ്, ഇവിടെ വഴിയില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ബാക്ക് അടിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ആ ചാലഞ്ച് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ടല്ലോ, അത് കൊള്ളാം. അവിടെ പിന്നെ ഒരാളും നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നണത് അയാളാവുന്ന ഈ സ്റ്റണ്ട് റേസ് ഓർഗനൈസ് ചെയ്യണേ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് നോക്കാം. ഹലോ ചേട്ടാ, ചേട്ടനാണോ ഈ റേസൊക്കെ ഓർഗനൈസ് ചെയ്യണേ? അതെ അതെ, നമ്മളാണ് ഈ റേസൊക്കെ ഓർഗനൈസ് ചെയ്യണേ. നിങ്ങൾ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവരാണോ? അതെ അതെ, ഞാനും ഷിൻചാനും ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവരാ. അല്ല, ഈ ഷിൻചാൻ ആരാ? സാറിൻ്റെ പിന്നിൽ നിൽക്കുന്ന ചെക്കനാണോ? അതെ അതെ, അവൻ തന്നെയാണ് ഷിൻചാൻ. ഓ സാറേ, ചെറിയ പിള്ളേർക്ക് ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. 18 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാർക്ക് മാത്രമേ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഷിൻചാന് നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. അവനൊരു മപ്പ് റൈഡറാ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനിപ്പോൾ ബൈക്ക് ഓടിക്കാനായിട്ട് ലൈസൻസ് ഒന്നുമില്ല. ഇത് പിന്നെ ലോസ് ആൻഡോസിൻ്റെ എയർപോർട്ട് ഏരിയ. ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാർ കറങ്ങി നടക്കും. ബൈ ചാൻസ് അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പണിപ്പാളും, അതുകൊണ്ടാ. ഓ, എന്നാ പിന്നെ കുഴപ്പമില്ല. അണ്ണാ, എനിക്ക് റേസിൽ കയറാൻ പറ്റില്ല ഇപ്പോ. ഇല്ല ഷിൻചാനെ, നിനക്ക് റേസിൽ കയറാൻ പറ്റില്ല, അതല്ല പറയണേ. നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല, ഈ റേസിൽ അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് നമ്മളൊരു റേസ് നടത്തും. അത് പക്ഷെ വരുന്നത് പലേറ്റോ ബേലാ. ഷിൻചാനിപ്പോൾ അവിടെ വണ്ടി ഓടിച്ചാലും സീനൊന്നുമില്ല, അവിടുത്തെ പോലീസുകാരൊന്നും പറയില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. ചേട്ടാ, ഈ റേസിൻ്റെ റൂൾസ് എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞുതരോ? പറഞ്ഞുതരാലോ. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള റേസ് ഒന്നുമല്ല. അടിയിൽ ഇഷ്ടം പോലെ ബൈക്ക് കാണും. അതിൽ നിന്നൊരു ബൈക്ക് എടുക്കുക, എന്നിട്ട് ഈ പൈപ്പിൽ കൂടെ അങ്ങ് ഓടിച്ച് പോവുക, എന്നിട്ട് ബ്രിഡ്ജിൻ്റെ അറ്റം വരെ എത്തുക, അത്രേ ഉള്ളൂ. ഈ റേസ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. പിന്നെ വേറൊരു കാര്യം, സാറിന് 5 ചാൻസസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ റേസ് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ 4 വട്ടം അടിയിലേക്ക് വീണാലും കുഴപ്പമൊന്നുമില്ല. 5ാമത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ റേസിൽ നിന്ന് ഔട്ടാവും. ഈ റേസ് ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ സാറിന് 5 കോടി രൂപ കിട്ടും. 5 കോടിയാ? ഈ ചാലഞ്ച് 5 കോടിക്ക് ഉള്ളതുള്ളൂ. ഓക്കെ, ഈ ചാലഞ്ച് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അയ്യോ, ഞാൻ അതവിടെ തലയിടിച്ച് വീണേ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. എടാ ഷിൻചാൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഞാനൊന്നും പറയണില്ല. ഓക്കെ, ഇവിടെ അടിയിൽ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ട്. ഇതിൽ ഏത് ബൈക്ക് എടുക്കുക? നമുക്കിതിലാകെ 5 ബൈക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഇതിലിപ്പോൾ ഏത് ബൈക്ക് എടുക്കുക? നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ഈ കാണുന്ന പച്ച ബൈക്കില്ലേ അതെടുക്കാം. ഈ ബൈക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഓക്കെ, നമുക്കിനി ഇതും കൊണ്ട് മേലേക്ക് പോവാം. എങ്ങനെ മേലേക്ക് പോവാ?
ഈ സ്റ്റെപ്പ് വഴി കയറേണ്ടി വരും തോന്നുന്നുണ്ട്. ഓ ഇത് കയറോ? ആ ഇതൊക്കെ സുഖമായിട്ട് കയറി. ഇനി നമുക്ക് ആ പൈപ്പില്ലേ, ആ പൈപ്പിൻ്റെ മേലെ കൂടെ ഓടിച്ച് പോവാം. എന്നിട്ട് ആ ബ്രിഡ്ജിൻ്റെ അറ്റം വരെ എത്താൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്, അല്ലെങ്കിൽ നേരെ അടിയിലേക്ക് പോവും. ഓക്കെ ഇതെന്തത്, എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല. പോലെ 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 പോലെ. ആ ബെസ്റ്റ്. നമ്മളങ്ങനെ നൈസായിട്ട് അടിയിലേക്ക് എത്തിയേക്കാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പണിപ്പാളി. ആ ഇനി നമുക്ക് 4 അറ്റംപ്റ്റ് ബാക്കിയുണ്ട്. ആ ചേട്ടൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റില്ല. അടുത്ത അറ്റംപ്റ്റിൽ നമുക്ക് വേറെ വണ്ടി എടുക്കണം. ഓക്കെ ഇവിടെ ഇപ്പോൾ ഏത് വണ്ടി എടുക്കുക? ഈ ഓറഞ്ച് ബൈക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ മഞ്ഞ ബൈക്ക് എടുക്കാം. ഈ ബൈക്ക് വലിയ കുഴപ്പമില്ല. നേരത്തെ ഞാൻ ഓടിച്ച പച്ച കളർ ബൈക്കില്ലേ, അത് ട്രാക്കിൽ ഓടിക്കാൻ പറ്റിയ ബൈക്കാ, അല്ലാണ്ട് സ്റ്റണ്ട് ചെയ്യാൻ പറ്റിയ ബൈക്കല്ല. ഈ ബൈക്ക് വെച്ചിട്ട് പക്ഷെ നമുക്ക് സ്റ്റണ്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ലെറ്റ്സ് ഗോ. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ബാലൻസ് ചെയ്തിട്ട് മേലേക്ക് എത്താൻ നോക്കാം. ഓക്കെ ഈ വണ്ടി വലിയ സീനൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. അടിയിലേക്ക് എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അത് വേറെ കാര്യം. ഓക്കെ നമുക്ക് പതുക്കെ അങ്ങ് കയറാം, ധൃതിയില്ല. ഈ ചലഞ്ചിൽ പിന്നെ ടൈമറൊന്നുമില്ല, അത് വേറെ കാര്യം. ഓക്കെ നമ്മളങ്ങനെ ഏകദേശം മേലേക്ക് എത്തിയേക്കാണ്. ഈ ചലഞ്ചിൽ പിന്നെ നമുക്ക് ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മേലേക്ക് എത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മേലേക്ക് എത്തിയ അവിടെ വീണ്ടും ചെക്ക് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്ക് പോവും, അവിടെയും ഒരു ചെക്ക് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ചെക്ക് പോയിന്റ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നല്ല കാര്യമാണ്. ഓക്കെ ഇവിടെ ഞാനൊരു ചെക്ക് പോയിന്റ് പിടിച്ചേക്കാണ്. നമുക്കിനി വീണ്ടും മുന്നോട്ട് പോവാം. ഇപ്രാവശ്യം വീഴാനായിട്ട് ചാൻസ് കുറവാ, സൈഡിൽ നെറ്റൊക്കെ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് അങ്ങ് വീഴില്ല. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ വീണ്ടും മേലേക്ക് എത്താറായിട്ടുണ്ട്. പോട്ടെ 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 പോട്ടെ, കയറട്ടങ്ങട് കയറട്ടങ്ങട്. ഏയ് ഇതെന്താ പറ്റിയേ? നമ്മളിതേ നേരെ താഴ്ത്തേക്ക് പോയി, അതെങ്ങനെ സംഭവിച്ചു? ഞാൻ ആ നെറ്റുമ്മ ജസ്റ്റ് ടച്ച് ചെയ്തുള്ളൂ, അന്നേരം നമ്മൾ തെറിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റും കഴിഞ്ഞേക്കാണ്. പക്ഷെ നമ്മൾ ചെക്ക് പോയിന്റ് പിടിച്ചില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. റേസിന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ അടുത്തത് ഏത് വണ്ടി എടുക്കുക? ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ഓക്കെ നമുക്ക് ഈ കാണുന്ന വണ്ടി എടുക്കാം. ഇത് സ്റ്റണ്ട് ചെയ്യാനായിട്ട് പറ്റിയ വണ്ടിയാണ്. ഓക്കെ നമ്മുടെ കളി ഇപ്രാവശ്യം ചെക്ക് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിനി ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങാം. ഇവിടെ നിന്ന് ഇനി മേലെ കയറി കഴിഞ്ഞാൽ അവിടെയും ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഇത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി റേസ് ഒന്നുമല്ല, അത്യാവശ്യം പാട് തന്നെയാണ്. ഇപ്പം തന്നെ 2 ചാൻസ് കഴിഞ്ഞു, ഇനി 3 ചാൻസ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കിയും കണ്ട് കളിക്കേണ്ടി വരും. അത് മാത്രമല്ല ഷിൻചാനും ഈ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് വേറെ പ്രശ്നം. അവനിപ്പോൾ ഈ ചാലഞ്ചിൽ ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏയ് ഇതെന്തത് സ്റ്റെപ്പാ? നമ്മുടെ വണ്ടി പിന്നെ കുഴപ്പമില്ല, സ്റ്റെപ്പൊക്കെ സുഖമായിട്ട് കയറി പോവും. കയറട്ടങ്ങട് കയറട്ടങ്ങട്. ഇതെന്തത് കയറാനായിട്ട് കുറേ ടൈം എടുക്കണ്ടല്ലോ. ഓക്കെ നമ്മളങ്ങനെ ഏറ്റവും മേലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇവിടുത്തെ ചെക്ക് പോയിന്റ് കൂടി പിടിച്ചു. ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോകാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നേരത്തെ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ നെറ്റുമായി ടച്ച് ആവാണ്ട് നോക്കണം. നെറ്റുമായി ടച്ചായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് തെറിച്ച് പോവും. ഓക്കെ ഇവിടെ ഞാൻ 3ാമത്തെ ചെക്ക് പോയിന്റ് കൂടി പിടിച്ചേക്കാണ്. ഇനി ഒരു ചെക്ക് പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി അങ്ങ് പിടിക്കാം. ഓ നമ്മുടെ ബൈക്ക് അത്യാവശ്യം സ്പീഡിൽ പോവുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്കൊക്കെ പിടിക്കാം, അല്ലെങ്കിൽ സീനാവും. ഓ ഇതൊക്കെ സുഖമായിട്ട് എത്തിയിട്ടാ. നമ്മളങ്ങനെ 4ാമത്തെ ചെക്ക് പോയിന്റ് കൂടി പിടിച്ചു. ആ ഇതും കൂടി കഴിഞ്ഞാൽ റേസ് കഴിഞ്ഞു. ലെറ്റ്സ് ഗോ. ഇതൊന്ന് പറ്റിയേ? നമ്മൾ നേരെ താഴ്ത്തേക്ക് പോയി. ഇതെൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് സംഭവിച്ചതാ. നമുക്ക് സാവധാനം പോയാൽ മതിയായിരുന്നു. എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ നേരെ താഴ്ത്തേക്ക് എത്തി. ആ നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്, സീനില്ല. ഇനിയിപ്പോൾ ഏത് വണ്ടി എടുക്കുക? ഒരു കൺഫ്യൂഷൻ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇതെന്തത് 3 വീലിൻ്റെ ബൈക്ക് ഉണ്ടല്ലോ, ഇതുകൊണ്ട് എങ്ങനെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക? എങ്ങനെയാണാവോ? ഇതിലേത് ബൈക്ക് എടുക്കുക? ഓക്കെ നമുക്ക് ഈ കാണുന്ന വൈറ്റ് കളർ ബൈക്ക് എടുക്കാം. ഇതൊരു സ്ക്രാംബ്ലർ ടൈപ്പ് വണ്ടിയാണ്.
നമുക്കിനി 2 ചാൻസും കൂടി മാത്രമേ ബാക്കിയുള്ളൂ, അതും കൂടി ആലോചിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും ചെക്ക് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ലെറ്റ്സ് ഗോ. ഇതും കൂടി കഴിഞ്ഞാൽ ആ റേസ് അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് പതുക്കെ അങ്ങ് പോവാം. ഇവിടെ മുമ്പിൽ ഒരു റാമ്പ് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ റേസ് കംപ്ലീറ്റ് ആക്കിയിട്ടാ. ഈ റേസ് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നണത് ആ ചെക്ക് പോയിന്റ് ഉള്ളതുകൊണ്ടാവും. അഥവാ ചെക്ക് പോയിന്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ റേസ് ജയിക്കാനായിട്ട് കുറേ പാട് പെട്ടാനാ. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ആ റേസ് ജയിച്ചില്ലേ, അത് മതി. നമുക്കിനി പോയിട്ട് ആ ക്യാഷ് പ്രൈസ് അങ്ങ് മേടിക്കാം. 5 കോടിയായിരുന്നു ക്യാഷ് പ്രൈസ് പറഞ്ഞ്. നമുക്കത് പോയിട്ട് മേടിക്കാം. ഓക്കെ, സാർ എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്യാഷ് പ്രൈസും കൂടി കിട്ടേക്കാണ്. ഈ ബാഗിൻ്റെ അകത്ത് 5 കോടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. എന്നാലും എനിക്ക് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എടാ ഷിൻചാനെ, ഇത് ലോസ് ആൻഡോസ് സിറ്റിയാ, പോരാത്തിന് എയർപോർട്ട് ഏരിയയും. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാർ കറങ്ങി നടക്കും. നീ ബൈക്ക് ഓടിക്കണത് അവന്മാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പണിപ്പാളും. അതാ ചേട്ടൻ നേരത്തെ പറഞ്ഞേ. അല്ല, പൈലറ്റ് എന്തോ ഇതേപോലത്തെ റേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചേട്ടൻ? അതെ അതെ, ഇതേപോലത്തെ ഒരു റേസ് പലേറ്റോബയിലും ഉണ്ട്. നമുക്കിനി അതിലും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിൽ പിന്നെ നിനക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടാ, അത് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, എല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെക്കാം.